ഹായ്, എല്ലാവർക്കും നമസ്കാരം. സെറ്റിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് നിൽക്കുകയാണ്. സെപ്റ്റംബർ 20-നാണ് പരീക്ഷ. ഒരു 30 ദിവസം മിനിമം പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിക്കോ, ഇന്നിപ്പോ ഏകദേശം ഓഗസ്റ്റ് 9-ാം തീയതി. സെപ്റ്റംബർ 9-ാം തീയതി വരെ നിങ്ങൾക്ക് 30 ദിവസം പഠിക്കാൻ സമയം കിട്ടും അല്ലെ? ആ 30 ദിവസം ഇരുന്ന് പഠിച്ചാൽ കുറെ അധികം നമുക്ക് ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ടോപ്പിക്ക് കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഏത് രീതിയിൽ കവർ ചെയ്യണം, എങ്ങനെ കവർ ചെയ്യണം, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നറിയുന്ന സെറ്റിന്റെ സിലബസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പരീക്ഷ മാറ്റി വെച്ചത് കൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ സിലബസ് ഒന്നും കൂടെ റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നത്. ആ ഭാഗ്യം നമുക്കുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 10-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ വീണ്ടും റിവൈസ് ചെയ്യാം. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് പേപ്പർ 1 പഠിക്കാം. സോ ഇത്രയും ഭാഗ്യമുള്ളപ്പോൾ സെറ്റിന്റെ സിലബസ് അറിഞ്ഞിരിക്കുന്നത് ഒരു പ്രാവശ്യം കൂടെ നല്ലതാവുമെന്ന് വിചാരിക്കും. കാരണം സിലബസ് നോക്കാതെ ഫസ്റ്റ് ട്രൈ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടായിരിക്കും. സോ അത് സ്വാഭാവികമാണ്. സോ സിലബസ് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നന്നാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെറ്റിന്റെ സിലബസ് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഡയറക്റ്റ് നമ്മൾക്ക് LBSന്റെ നോട്ടിഫിക്കേഷനിൽ കൂടെയാണ് നമുക്ക് ആക്ച്വലി സിലബസ് വരുന്നത്, സെറ്റിന്റെ സിലബസ് വരുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം വാസ്റ്റ് ആണ് ഈ സിലബസ് എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. എൻ്റെ ഈ ഫേസ് ഉള്ള ഈ ഭാഗം ഞാൻ കുറച്ച് സൈഡിലേക്ക് ഇടുന്നുണ്ട്. ചിലപ്പോൾ ചില ഭാഗങ്ങൾ കാണാതായേക്കാം. ഓക്കെ, ഇംഗ്ലീഷിന്റെ യൂണിറ്റ് 1. അപ്പൊ എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇത് അവസാനം കഴിയുമ്പോഴേക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കി വെക്കണം ഏതൊക്കെ രീതിയിലാണ് ഇവർ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന്. മൊഡ്യൂൾ 1 തൊട്ട് ഞാൻ ഇനി സെപ്പറേറ്റ് എടുത്ത് പറയില്ല. ഞാൻ വായിച്ചു വായിച്ച് പോവുകയാണ് ചെയ്യുന്നത്. യൂണിറ്റ് 1-ലെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ചോസറിന്റെ ഏതാണ്? ചോസറിന്റെ ഏജ് 1400-കൾക്ക് ശേഷമുള്ള ഏജ്. ഓക്കെ, അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമില്ല. മിഡിൽ ഇംഗ്ലീഷ് തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ മതി, ചോസറിന്റെ ഏജ് തൊട്ട്. ഓക്കെ, അവിടെ ലാംഗ്ലാൻഡ് വരും, ഗോവർ വരും, കാൻറ്റർബറി ടൈൽസ് വരും. പിന്നീട് ഏർലി റിനൈസൻസ് ഇൻ ഇംഗ്ലണ്ട് വരും. അവിടെ നിങ്ങൾക്ക് പ്രിന്റിംഗ് പ്രസ്, മെലോറി, കാക്സ്റ്റൺ, ഉട്ടോപ്പിയ, തോമസ് മോറിന്റെ ഉട്ടോപ്പിയ. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ലേറ്റർ റിനൈസൻസ് ഇൻ ഇംഗ്ലണ്ട് വരും. ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് പ്രോസ്, സിഡ്നി വരും, ബേക്കൺ വരും, യൂണിവേഴ്സിറ്റി വിറ്റ്സ് എല്ലാവരും വരും. യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഒക്കെ നെറ്റിനും സെറ്റിനും അടിപൊളിയായിട്ട് ചോദിക്കുന്ന ആൾക്കാരാ യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ഓക്കെ, അടുത്തത് റൈസ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ വരും. മിസ്റ്ററി പ്ലേസ് എന്താണ്, മിറാക്കിൾ പ്ലേസ് എന്താണ്, ഗോർബോഡൊക്കെ ആരെഴുതി, എന്താണ് ഗോർബോഡൊക്കിന്റെ പ്രത്യേകത. അതുപോലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിവെഞ്ച് ട്രാജഡീസ് വരും. കിഡിന്റെ ഏറ്റവും പ്രശസ്തമായ ഇത് വരും. പിന്നെ മാർലോ അവിടെ വരും. അത് മാർലോ ഒക്കെ നമുക്ക് ബേസിക്കലി യൂണിവേഴ്സിറ്റി വിറ്റില് നമുക്ക് കണ്ടുപോകാൻ പറ്റുന്നതാണ് മാർലോന്റെ കാര്യങ്ങളൊക്കെ. ബെൻ ജോൺസൺ വരും, കോമഡി ഓഫ് ഹ്യൂമേഴ്സ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തുടങ്ങുക ഈ എലിസബത്തൻ ഏജ്. എലിസബത്തൻ തിയേറ്റർ വരും, സ്റ്റേജ് വരും. അതിന്ന് എലിസബത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും, ട്യൂഡർ ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ഷേക്സ്പിയർ ആയി. ഓക്കെ, ഷേക്സ്പിയർ പിന്നെ നമുക്കറിയാമല്ലോ, എവിടെ ചോദിച്ചു തുടങ്ങിയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന ഒരാളാണ് ഷേക്സ്പിയർ. അദ്ദേഹത്തിന്റെ കോമഡീസ് ഏതൊക്കെയാണ്, ട്രാജഡീസ് 4 ഏതൊക്കെയാണ്? ഈ 4 ട്രാജഡി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രാജഡികളാണ്. അതല്ലാതെ അദ്ദേഹത്തിന് വരുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ പ്ലേസ് വരുന്നുണ്ട്. നമ്മളുടെ വീഡിയോസിൽ പറഞ്ഞ ഹെൻറി 4, അതുപോലെ ഹെൻറി 7, അതുപോലെ റിച്ചാർഡ് 3 എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ പ്രോബ്ലം പ്ലേസ് അതുപോലെ തന്നെയാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റ് നോക്കിയറിയാം. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഒരു പ്ലേലിസ്റ്റിലാണ് ഉണ്ടാവുക, നിങ്ങൾ പാട്ടൊക്കെ കേൾക്കുന്ന പോലെ. സോ ആ പ്ലേലിസ്റ്റിന്റെ താഴത്തേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മൊബൈലിലാണെങ്കിലും അല്ല ലാപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ സൈഡിൽ പ്ലേലിസ്റ്റ് ഉണ്ടാവും. ഈ മ്യൂസിക് ഒക്കെ നിങ്ങൾ കേൾക്കില്ലേ, ആ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് കുറേ അധികം വീഡിയോസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ അവിടെ നിങ്ങൾക്ക് ഇത് സോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട് ഷേക്സ്പിയറിന്റെ വർക്കുകളുടെ സോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. മൊഡ്യൂൾ 9-ലേക്ക് വരുമ്പോൾ ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ ഫോളിയോസ് എന്ന് പ്രസിദ്ധീകരിച്ചു, ഏതൊക്കെ ക്വാർട്ടർ വരുന്നുണ്ട്, ഷേക്സ്പീരിയൻ സോണറ്റുകളുടെ പ്രത്യേകത എന്താണ്, എത്ര എണ്ണം ഉണ്ട്. ഇതൊക്കെ നോർമൽ ചോദ്യങ്ങളാണെങ്കിൽ പോലും 1 മാർക്ക് കിട്ടാൻ ഇത് ധാരാളമാണ്. അടുത്തത് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്, പോയട്രി. അതിൽ മെറ്റാഫിസിക്കൽ കൺസീറ്റുകൾ ഏതൊക്കെയാണ്, അതിൽ പ്രധാനപ്പെട്ട റൈറ്റേഴ്സിന്റെ മെറ്റാഫിസിക്കൽ പോയംസ് ഏതൊക്കെയാണ്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞാൽ പ്യൂരിറ്റാൻ പീരീഡ്, ഒലിവർ ക്രോംവെല്ലിന്റെ ഭരണം, അതുപോലെ തന്നെ ബെന്യന്റെ പിൽഗ്രിം പ്രോഗ്രസ് എന്ന് പറയുന്ന വർക്ക്. അത് കഴിഞ്ഞാൽ മിൽട്ടൺ പിന്നെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പാരഡൈസ് ലോസ്റ്റ്. ഓക്കെ, ലിസിഡസ്, അദ്ദേഹത്തിന്റെ സോണറ്റുകളും പാംലെറ്റ്സുകളും. ഓക്കെ, ഇനി റെസ്റ്റോറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 1660-കളിലേക്ക് ശേഷം റെസ്റ്റോറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രാമ,
കോമഡി ഓഫ് മാനേഴ്സ്, വില്യം കോൺഗ്രീവ് പോലത്തെ ആൾക്കാരിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ജസ്റ്റ് ഫസ്റ്റ് യൂണിറ്റിലെ മേജർ പോർഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞിട്ടില്ല. അടുത്തത് നിയോ ക്ലാസിക്കൽ ഏജ്. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റ് മുഴുവനായിട്ട് ഏകദേശം കാണുമ്പോൾ ആ ഒരു 1400 തൊട്ട് 1700 750 വരെയുള്ള കാലഘട്ടം കാണാൻ പറ്റും. നിയോ ക്ലാസിക്കൽ ഏജ്. എന്തുകൊണ്ട് നിയോ ക്ലാസിക്കൽ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നു? ക്ലാസിക്കൽ ഏജ് നമുക്കറിയാം എവിടുന്ന് തുടങ്ങുന്നു എന്നുള്ളത്. ഓക്കെ. അതുപോലെ അതിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതുപോലെ ആന്റി സെന്റിമെന്റൽ കോമഡി എന്താണ്, ഷെറിഡാൻ എവിടെ കിടക്കുന്നു, വില്യം ഗോൾഡ് സ്മിത്തിന്റെ പോയംസ് ഉണ്ട്, അത് വില്ലേജ് പോലത്തെ പോയംസ് ഉണ്ട്, അതുപോലെ ബേസിക് ഹീറോയിക് ഡ്രാമകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പിന്നീട് പോപ്പുലർ പ്രോസ് റൈറ്റിംഗ്സ്, അന്നത്തെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആരൊക്കെയാണ്? സാമുവൽ പെപ്സ് വരുന്നുണ്ട്. പീരിയോഡിക്കൽ എസ്സേസ് ആണ് വരുന്നത്. അഡീസൺ, സ്റ്റീൽ, ടാറ്റ്ലർ, സ്പെക്ടേറ്റർ. അതായത് അഡീസന്റെയും സ്റ്റീലിന്റെയും വർക്ക് ഇതിന്റെ പേരാണ്, പ്രോസിന്റെ അല്ലെങ്കിൽ അവർ തുടങ്ങിയ സ്ഥാപനത്തിന്റെ പേരാണ് ഈ ടാറ്റ്ലർ, സ്പെക്ടേറ്റർ എന്നൊക്കെ പറയുന്നത്. അതുപോലെ കോഫി ക്ലബ്സ് ആൻഡ് ഹൗസസ് എന്തിനു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ആരൊക്കെയാണ് വന്ന് ഇരുന്നത്. പിന്നീട് നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാർ ഡ്രൈഡൻ ആൻഡ് പോപ്പ്. അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഡ്രൈഡനും പോപ്പും ഇഷ്ടം പോലെ കുറെ പഠിക്കാനുള്ള ആൾക്കാരാണ്. അവരുടെ മോക്ക് ഹീറോയിക് പോയംസ് ഒക്കെയാണ്. മോക്ക് എപ്പിക്കുകൾ ഏതാണ്, മാക് ഫ്ലക്നോ ആരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ പോപ്പിന്റെ ഇത് മോക്ക് ഹീറോയിക് പോയംസ് ഏതൊക്കെയാണ്. ഡോക്ടർ ജോൺസൺ, സാമുവൽ ജോൺസൺ ആദ്യമായിട്ട് ഡിക്ഷണറി എന്ന് കൊണ്ടുവന്നു. സ്വിഫ്റ്റ് എന്ത് ചെയ്തു, ബർക്ക്, ജോൺ ലോക്ക് ഒക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഫിലോസഫിക്കൽ ലെവലിലുള്ള ലിറ്ററേച്ചർ ചോദ്യങ്ങളാണ് വരിക. പക്ഷെ അദ്ദേഹത്തിന്റെ വർക്കുകളുടെ പേര് നമുക്ക് ചോദിച്ചേക്കാം. അടുത്തത് റൈസ് ഓഫ് ദ നോവൽ, ഡാനിയൽ ഡിഫോന്റെ നോവലുകൾ, സാമുവൽ റിച്ചാർഡ്സന്റെ നോവലുകൾ. എപ്പിസ്റ്റോളറി നോവലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിസ്റ്റോളറി നോവലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട്, ഞാനൊക്കെ കുട്ടിക്കാലത്ത് കണ്ട് പേടിച്ചതാണ് ഈ ഡ്രാക്കുള എന്ന് പറയുന്ന ഭയങ്കര ഫിഗർ. എന്റെ ഡിഗ്രിയിലെ പ്രൊജക്ട് ഡ്രാക്കുള ആയിരുന്നു. ഫൈൻ. സോ എപ്പിസ്റ്റോളറി നോവലുകൾ എന്താണ്? സ്മോളറ്റ്, ഫീൽഡിങ്, പിക്കാരസ്ക് നോവലുകൾ എന്താണ്? സ്റ്റേണിന്റെ നോവലുകൾ ഏതൊക്കെ തരത്തിലുള്ളതാണ്? സോ ബേസിക്കലി ഒരു റൈറ്ററെ നോക്കുമ്പോൾ ഈ ഇഷ്ടം പോലെ റൈറ്ററും ഇഷ്ടം പോലെ ആൾക്കാരുടെ ചോദ്യങ്ങളും ഇവിടെ കിടപ്പുണ്ട്. ഇനി ഏകദേശം നമ്മുടെ ഈ നിയോ ക്ലാസിക്കൽ ഏജ് 1710 അല്ലെങ്കിൽ 50 വരെയുള്ള കാലങ്ങളിലേക്ക് വരുമ്പോഴേക്ക് പിന്നീട് ട്രാൻസിഷൻ പോയട്രി വരുന്നുണ്ട്. അതായത് പ്രീ റൊമാൻറ്റിക് ഏജ് അവിടെ തുടങ്ങുമ്പോൾ ഗ്രേഡ് പോയംസ് വരും. ചർച്ച് യാർഡ് പോയറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് വരും. കോളിൻസ്, കൂപ്പർ, ബേൺസ്, ബ്ലേക്ക്, വില്യം ബ്ലേക്കിന്റെ ഒക്കെ നമുക്ക് ഈ സോങ്സ് ഓഫ് ഇന്നസെൻസ് പോലെയുള്ള ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരാറുണ്ട്. ടൈഗറിൽ നിന്ന് വരാറുണ്ട്, ലാമ്പ് നിന്ന് വരാറുണ്ട്. 1 മാർക്ക് ചോദ്യമായിരിക്കും, പക്ഷെ അത് ആ 1 മാർക്ക് കൃത്യമായിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായിരിക്കും. ഓക്കെ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം പേപ്പർ 1ലും പേപ്പർ 2ലും നിങ്ങൾക്ക് 60 മാർക്ക് വെച്ച് കിട്ടിയാൽ മാത്രമേ ഈ പരീക്ഷ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റൂ. രണ്ടിനും മിനിമം പെർസെൻറ്റേജ് അവർ ചോദിക്കും. ഓക്കെ. സോ പേപ്പർ 1 ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മളിപ്പോൾ ഇന്നലെ പേപ്പർ 1 വേണ്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പേപ്പർ 1ൽ നിന്നാണ്. അതിൽ നിങ്ങൾക്ക് ടീച്ചിങ് മെത്തേഡ്, കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടിയിട്ടുള്ള ഒരു 50ഓളം ചോദ്യങ്ങൾ അതിലുണ്ട്. കാരണം ഒറ്റയടിക്ക് കുറെ അധികം ചോദ്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ ഇടുന്നത്. 10-20 ചോദ്യങ്ങൾ ഇട്ടിട്ട് ഒരു വെറുതെ വീഡിയോ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് അത്രയും നമ്പർ ഞാൻ ഇടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രീവിയസ് വീഡിയോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് ഞാൻ പറയുന്നത്. അത്രത്തോളം വീഡിയോസ് ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. യൂണിറ്റ് 2ലേക്ക് വന്നു. നിങ്ങൾ ആലോചിക്ക്, യൂണിറ്റ് 1 വരെ ഇത്രയായിട്ടേ ഉള്ളൂ. യൂണിറ്റ് 2 റൊമാൻറ്റിസിസം തുടങ്ങുന്നു. പേഴ്സി എവിടെ വരുന്നുണ്ട്, ഫ്രഞ്ച് റെവല്യൂഷൻ വരുന്നുണ്ട്, ലിറിക്കൽ ബെല്ലാഡ്സ് വരുന്നുണ്ട്, ഏർലി റൊമാൻറ്റിക്സും പ്രീ റൊമാൻറ്റിക്സും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ലേറ്റർ റൊമാൻറ്റിക്സും അവിടെ വരുന്നുണ്ട്. കോളറിഡ്ജ്, വേർഡ്സ്വർത്ത്, സതേ വരുന്നുണ്ട്, ബൈറൺ, ഷെല്ലി, കീറ്റ്സ് വരുന്നുണ്ട്. പിന്നീട് ഗോത്തിക് നോവലുകളുടെ ഒരു അയ്യരുകളിയാണ്. മേരി ഷെല്ലി വരുന്നുണ്ട്, ഹൊറൈസ് വാൾപോൾ വരുന്നുണ്ട്, ഡ്രാക്കുള വരുന്നുണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ നോവലുകൾ, വാൾട്ടർ സ്കോട്ടിന്റെ നോവലുകളെ പറ്റി ചോദിക്കാറുണ്ട്, ജെയിൻ ഓസ്റ്റൻ തീർച്ചയായിട്ടും ചോദിക്കുന്നതാണ്. ഇവരുടെ നിന്നൊക്കെ ഒരു ചോദ്യം കൃത്യമായിട്ട് വരും. നമുക്ക് ആകെ 10-120 ചോദ്യമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ലൈഡ് വെച്ച് നോക്കുമ്പോൾ തന്നെ അതിൽ കൂടുതൽ റൈറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ലാമ്പ് വരുന്നുണ്ട്, ഹാസ്ലിറ്റ്. അത് കാരണം ഓരോ രീതിയിലേക്കാണ് അവർ കൺസിഡർ ചെയ്ത് പോകുന്നത്. യൂണിറ്റ് 2ല് ഫസ്റ്റ് പോയിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ റൈറ്റേഴ്സിനെ കുറിച്ച്, നോവലുകളെ കുറിച്ച് പറഞ്ഞു, പിന്നെ പ്രോസുകളെയാണ് ഇപ്പൊ പറയുന്നത്. ലാമ്പ് പോലത്തെ ആൾക്കാര്, ലേഹണ്ട്, ഡിക്കിൻസി. അത് കഴിഞ്ഞാൽ നമുക്ക് ഏർലി ഫെമിനിസ്റ്റ് റൈറ്റിംഗ്, ഫെമിനിസം അങ്ങോട്ടേക്ക് വരുന്നത് കാണാൻ പറ്റും. ഫെമിനിസ്റ്റിന്റെ റൈസിംഗ് നമുക്ക് കാണാൻ പറ്റും. വോൾസ്റ്റോൺ ക്രാഫ്റ്റ്, അവരുടെ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്, അതാണ് ഫസ്റ്റ് ഫെമിനിസ്റ്റ് വർക്കൊക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കാൻ പറ്റുന്നത്. ആഫ്രാബന്റെ ഒക്കെ വർക്കുകൾ അവിടെ വരുന്നുണ്ടെങ്കിൽ പോലും അത് ഫെമിനിസ്റ്റ് റൈറ്റിംഗ് ആണെന്ന് മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തത് ബിഗിനിങ് ഓഫ് ദ വിക്ടോറിയൻ ഏജ്.
ഓക്കെ, വിക്ടോറിയൻ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, വിക്ടോറിയൻ കോംപ്രമൈസ് എന്തായിരുന്നു, വിക്ടോറിയൻ പോയിട്രി, ടെന്നീസൺ, അദ്ദേഹത്തിന്റെ മോണലോഗ്, ബ്രൗണിങ്, അർണോൾഡ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആൾക്കാരാണ്. അത് കഴിഞ്ഞ് ഞാൻ പ്രീ റാഫ്ലൈറ്റ്സ്, റോസറ്റി വരുന്നുണ്ട്, സ്വൈൻബേൺ വരുന്നുണ്ട്, വില്യം മോറിസ് വരുന്നുണ്ട്. പിന്നീട് വാൾട്ടർ പേട്ടന്റെ പോലത്തെ ആർട്സ് ഫോർ ആർട്സ് സേക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ നോക്കി, ഇതൊക്കെ ജസ്റ്റ് സിലബസ് ആണ്. ഇതിൽ നിന്ന് എല്ലാത്തിനും ഓരോ ചോദ്യങ്ങൾ വരുമെന്നല്ല പറയുന്നത്. പക്ഷേ അവർക്ക് ഇത്രയും ഏരിയ അവിടെ ചോദിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം, റൈറ്റ്? വിക്ടോറിയൻ പ്രോസ് കാരലിൽ വരും, അർണോൾഡ് തന്നെ അവിടെ വീണ്ടും വരും, കാർഡൽ ന്യൂമൻ വരും. റിലീജിയസ് പ്രോസിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് കഴിഞ്ഞ ഒരു 100 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് മൂവ്മെന്റ് പോയട്രി കാണാൻ പറ്റുന്നത്. അത് നേരെ തിരിച്ച് വേറൊരു രീതിയിലേക്ക് പോകുന്നതാണ്. വിക്ടോറിയൻ ബയോഗ്രഫീസ് കാണാൻ പറ്റും. റസ്കിൻ, സ്ട്രാറ്റെ, സ്റ്റീഫൻ, എല്ലാവരും അവിടെ വരുന്നുണ്ട്. വിക്ടോറിയൻ നോവൽസ്, വിക്ടോറിയൻ റിഫോർമേഷൻ ആക്ടുകൾ എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ്, ചാൾസ് ഡിക്കൻസിന്റെ നോവലുകളുടെ പ്രത്യേകത, അവരുടെ ഏതൊക്കെ എഴുതിയിട്ടുണ്ട്, വില്യം ഹാർഡിയുടെ വെസെക്സ് നോവലുകൾ ഏതാണ്. പിന്നെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിക്ടോറിയനും അതുപോലെ മോഡേണിസ്റ്റ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഔട്ട്. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ ആകെ ചെയ്യുന്നത് ഇത്ര ഏരിയ എന്ന് 10-50 ചോദ്യങ്ങളുടെ ഒരു 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 ഗ്രൂപ്പാണ്. എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും ഇവിടുന്ന് ഉദിക്കാൻ പറ്റും, ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നീട് വിക്ടോറിയൻ വിമൻ നോവലിസ്റ്റ്, ജോർജ് എലിയറ്റ്, ബ്രോണ്ടെ സിസ്റ്റേഴ്സ്, വില്യം താക്കറെ, സ്റ്റീവൻസൺ, ആർ.എൽ. സ്റ്റീവൻസന്റെ പോയംസ് ഉണ്ട്. ട്രെയിനിനെ കുറിച്ച് ഒരു അടിപൊളി പോയം എഴുതിയിട്ടുണ്ട് സ്റ്റീവൻസൺ. അതിൽ പറയുന്നുണ്ട്, ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജകുമാരിയെ പോലെയാണ്. അപ്പൊ ട്രെയിനിന്റെ മുൻഭാഗം ഉണ്ടല്ലോ, ഫസ്റ്റ് ബോഗി എന്ന് പറയുന്നത്, അതിനുശേഷം ഒരു ഒരു നീണ്ട നിരയാണ് വരുന്നത്. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ സ്റ്റീവൻസൺ പറയാണ്, ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഒരു രാജകുമാരിയെ പോലെയാ. അപ്പൊ രാജകുമാരി വരുമ്പോൾ ആദ്യം രാജകുമാരി ഇട്ട ഡ്രസ്സും വരും, അതിന്റെ പിന്നിൽ ഒരു ഇങ്ങനെ കാണാറില്ല ഇംഗ്ലീഷ് സിനിമകൾ, ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു 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 തുണി. അതിന്റെ പേര് എനിക്കറിയില്ല. ഞാൻ ഡ്രസ്സുകളോട് എനിക്ക് അത്ര അറിയില്ല, അതിന്റെ ഒരു മോഡേൺ പരിപാടികളൊന്നും എനിക്കറിയില്ല. അപ്പൊ അതിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ കിടക്കുമല്ലോ, അതുപോലെയാണ് ട്രെയിൻ. രാജകുമാരിയെ പോലെ ട്രെയിൻ വരും, അതിന്റെ ബോഗികളെല്ലാം ഈ തുണി, രാജകുമാരിയുടെ തുണി കിടക്കുന്നത് പോലെ ഇങ്ങനെ കിടക്കുന്നൊക്കെ പറഞ്ഞ് നല്ലൊരു പോയുണ്ട്. എന്നാൽ ഒരു 100 വർഷം കഴിയുമ്പോഴേക്കും എസ്രാ പൗണ്ട് മറ്റേ ട്രെയിൻ സ്റ്റേഷനെ കുറിച്ച് ഒരു കവിത എഴുതുന്നുണ്ട്. ഇത്രയും 12 വരിയിൽ 11 വരിയിൽ എഴുതിയ ഒരു കവിത വേറെ നമ്മൾ കാണാൻ പറ്റില്ല. ഒരേ കാര്യം വെവ്വേറെ രീതിയിൽ എഴുതുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. വിക്ടോറിയൻ ഡ്രാമ വരുന്നുണ്ട്, കോമഡി ഓഫ് മാനേഴ്സ് വരും, ഓസ്കാർ വൈൽഡ് വരും, ഡിസ്കഷൻ പ്ലേസ് വരും, ബെർണാഡ് ഷോ വരുന്നുണ്ട്. അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസിഷൻ മൂവ്മെന്റ് വരുന്നുണ്ട്, ഹോപ്കിൻസ്, അതുപോലെ ഇൻസ്ട്രസ് എന്താണ്, സ്പ്രങ് റിതം എന്താണ്, വിൻഹോവറിന്റെ പ്രത്യേകത എന്താണ്. അത് കഴിഞ്ഞാൽ വിക്ടോറിയൻ ഏജും കൊളോണിയൽ എന്റർപ്രൈസും. മെക്കോളെ വരുന്നുണ്ട്, അർണോൾഡ് വരുന്നുണ്ട്. അർണോൾഡിന്റെ എടുത്തു പറയുന്നതാണ് കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറയുന്നത്. റുഡ്യാർഡ് കിപ്ലിംഗ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കണ്ടംപററി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, ബേസിക്കലി 20th സെഞ്ചുറി ആണ് അവർ പറയുന്നത്. എഡ്വേർഡിയൻ പീരീഡ്, അതായത് 1900-ങ്ങൾക്ക് ശേഷം, നമ്മൾ ഈ വിക്ടോറിയൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഏരിയ. അവിടെ വാർ പോയറ്റ്സ് വരുന്നുണ്ട്, പിങ്ക് പോയറ്റ്സ് വരുന്നുണ്ട്. വാർ പോയറ്റ്സ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഞാൻ ഒരു ഒരു 6 മാസം മുന്നേക്ക് വാർ പോയറ്റ്സിനെ പറ്റി ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് എടുത്ത് നോക്കാം. പ്ലേലിസ്റ്റിൽ താഴേക്ക് പോയാൽ മതി. പിങ്ക് പോയറ്റ്സ് വരുന്നുണ്ട്, അവൻഗാർഡ് മൂവ്മെന്റുകൾ വരുന്നുണ്ട്, സിംബലിസ്റ്റ് മൂവ്മെന്റ് വരുന്നുണ്ട്, ഈറ്റ്സ് വരുന്നുണ്ട്, ഡിലാൻ തോമസ് വരുന്നുണ്ട്. ഡിലാൻ തോമസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, കുറെ അവാർഡ് ഒന്നിച്ച് നേടിയിട്ടുള്ള ആളാണ്. മോഡേണിസ്റ്റ് പോയട്രി വരുന്നുണ്ട്, അവിടെ എസ്രാ പൗണ്ട് വരുന്നുണ്ട്, ടി.എസ്. എലിയറ്റ് വരുന്നുണ്ട്. എസ്രാ പൗണ്ടും ടി.എസ്. എലിയറ്റിനെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും 2-3 മാർക്ക് കിട്ടും. അവർ ചോദിക്കുന്ന നിർബന്ധമുള്ള ആൾക്കാരാണ്. ഓക്കെ, അതുപോലെ ക്രിസ്റ്റോഫർ ഫ്രൈ വരുന്നുണ്ട്. പിന്നെ വേൾഡ് വാർ ടു ആൻഡ് ആഫ്റ്റർ മാത്ത്, അതായത് വേൾഡ് വാർ ടൂവിന് ശേഷം ഏത് തരത്തിൽ ലിറ്ററേച്ചർ പോയി, ടോം ഗണ്ണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മൂവ്മെന്റ് പോയിട്രി അവിടെ വരുന്നുണ്ട്, ടെഡ് ഹ്യൂഗ്സ് വരുന്നുണ്ട്, ജി.കെ. ചെസ്റ്റർട്ടണും അതുപോലെ തന്നെ പ്രോസ് റൈറ്റിംഗ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 20th സെഞ്ചുറി നോവൽ, വിർജീനിയ വൂൾഫ് വരുന്നുണ്ട്, ജോസഫ് കോൺറാഡ് വരുന്നുണ്ട്. കോൺറാഡിനെ പറയുമ്പോൾ നമ്മൾ ബേസിക്കലി പോസ്റ്റ് കൊളോണിയൽ റൈറ്റിങ്ങിലേക്കുള്ള ഒരു ക്യൂ ആയിട്ട് കോൺറാഡിനെ ആയിട്ട് വെക്കാറുണ്ട്. കാരണം അദ്ദേഹത്തിനുള്ള അഭിപ്രായമായിട്ടാണ് ബാക്കിയുള്ളത് മുന്നിലേക്ക് പോകുന്നത്, റൈറ്റ്? ഇനി അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് D.H. ലോറൻസിനെ പോലെയുള്ള ഏർലി മോഡേണിസ്റ്റ് നോവലുകൾ വരുന്നുണ്ട്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് 1922 ജെയിംസ് ജോയ്സ് എഴുതി തുടങ്ങുന്ന പോലെയുള്ള, അല്ലെങ്കിൽ വിർജീനിയ വോൾഫിന്റെ പോലത്തെ വർക്കുകൾ വരുന്നുണ്ട്. ഡിസ്റ്റോപ്പിയൻ ലിറ്ററേച്ചർ, ജോർജ് ഓർവെലിന്റെ 1984 വരുന്നുണ്ട്, അല്ലെങ്കിൽ ആനിമൽ ഫാം വരുന്നുണ്ട്. പോസ്റ്റ് വാർ ഫിക്ഷൻ റൈറ്റിംഗ് വരുന്നുണ്ട്, ഡ്രാമ വരുന്നുണ്ട്, ഇബ്സന്റെ വർക്കുകൾ വരുന്നുണ്ട്, ബെർണാഡ് ഷോയുടെ വർക്കുകൾ വരുന്നുണ്ട്. ഐറിഷ് ഡ്രാമാറ്റിക് മൂവ്മെന്റുകൾ, അവിടെ അബേ തിയേറ്റർ, അതുപോലെ സെൽറ്റിക് റിവൈവൽ, ഈറ്റ്സ് വരുന്നുണ്ട്, സിഞ്ച് വരുന്നുണ്ട്, ജെയ്നോസിസി വരുന്നുണ്ട്. പോസ്റ്റ് വാർ ഡ്രാമ വരുന്നുണ്ട്, എന്താണ് കിച്ചൺ സിങ്ക് ഡ്രാമ, ആരാണ് അർണോൾഡ് വെസ്കർ, ആംഗ്രി യങ് മെൻ മൂവ്മെന്റ് എന്താണ്, ജോൺ ഓസ്ബോണിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ്.
ഓക്കെ. ഇനി തിയേറ്റർ ഓഫ് അബ്സേർഡ് ആരാണ്? ദേ വരുന്നു സാമുവൽ ബക്കറ്റ്, ഹരോൾഡ് പിൻഡർ, ടോം സ്റ്റോപ്പേർഡ്. എപ്പിക് തിയേറ്റർ എന്താണ്? എഡ്വേർഡ് ബോണ്ട് ആരാണ്? പിന്നെ റീസെന്റ് ട്രെൻഡ്സ്, ഇമിഗ്രന്റ് റൈറ്റിംഗ്. ഓക്കെ. ഇനി ഫോർത്ത് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ, ഇന്ത്യൻ ആൻഡ് ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലാണ് ഏറ്റവും കുറവ് വ്യൂസ് വന്നിട്ടുള്ളത്. വൈ? ഇന്ത്യൻ ലിറ്ററേച്ചർ പഠിക്കണ്ട എന്ന് ആരും പറയുന്നില്ല. ഇന്ത്യൻ ലിറ്ററേച്ചറും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ചെക്കൗട്ട് ചെയ്യാൻ സമയമുണ്ട്. റൈറ്റ്. ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാം. കാരണം ഇന്ത്യൻ ലിറ്ററേച്ചറിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഒരു സെറ്റ് എക്സാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അവിടെ പോയിരിക്കാൻ പറ്റില്ല. അവിടെയും എന്ത് ചോദിക്കും? ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും. നമ്മൾ 2 സെപ്പറേറ്റ് വീഡിയോസ് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ പറ്റി ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ലിറ്ററേച്ചർ ഒരിക്കലും ഇമ്പോർട്ടൻസ് ഇല്ലാതാവുന്ന ഒരു വസ്തുതയല്ല. അവര് ചോദിക്കും. അതുപോലെ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറഞ്ഞ ആരെന്താണ്? കാരണം അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെ എന്താ പറയാ, കൊളോണിയലിസം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അവരെ അതിന്റെ അടിയിലേക്ക് ആക്കുന്നതാണ് ഈ യൂറോപ്യന്മാർ. അപ്പൊ അവിടെ വരുന്നത് എമേഴ്സൺ, തോറോ, ആത്തോൺ വരുന്നുണ്ട്, എമിലി ഡിക്കിൻസൺ വരുന്നുണ്ട്, വെയ്റ്റ്മാൻ വരുന്നുണ്ട്, എഡ്ഗർ അലൻ പോ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ റേവൻ വരുന്നുണ്ട്, എസ്ട്രാ പൗണ്ട് വരുന്നുണ്ട്, ഈ കമ്മിങ്സ് വരുന്നുണ്ട്, റോബർട്ട് ലോവല്, വാലസ് സ്റ്റീവൻസ് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അവിടെ പോയംസ് മാത്രമല്ലല്ലോ ഉള്ളത്, നോവൽസ് വരുന്നുണ്ട്. മാർക്ക് ട്വെയിൻ വരുന്നുണ്ട്. ട്വെയിൻ്റെ ഇഷ്ടംപോലെ വർക്കുകൾ അവിടെ കാണാൻ പറ്റും. ഹക്കിൾബറി ഫിന്ന് പോലത്തെ കാണാൻ പറ്റും. മെൽവില് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മറ്റേ തിമിംഗലത്തിനെ പിടിക്കാൻ പോകുന്ന ആ വർക്ക് ഉണ്ട്, പേര് പെട്ടെന്ന് കിട്ടിയില്ല. ഹെൻറി ജെയിംസ് ഉണ്ട്, വില്യം ഫോക്നർ ഉണ്ട്. പിന്നെ 20th സെഞ്ചുറി അമേരിക്കൻ നോവൽ. ഇത്രയും പറഞ്ഞത് 19th സെഞ്ചുറി ആയിരുന്നു. സ്റ്റീൻബാക്ക് ഉണ്ട്, ഹെമിംഗ്വേയുടെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ. ഹെമിംഗ്വേ പ്രധാനപ്പെട്ട ഇപ്പൊ ഓൾ മാൻ ആൻഡ് ദ സീ പോലത്തെ വർക്ക് തൊട്ടിങ്ങോട്ട് വരുന്ന എല്ലാം അവിടെ കാണാൻ പറ്റും. ഹാർലം റിനൈസൻസ് എന്താണ്? അതൊരു ചോദ്യമായിട്ട് വരാം. റാൽഫ് എഡ്നിസൺ, ആലിസ് വാക്കർ പ്രധാനപ്പെട്ട വർക്കുകൾ, ടെന്നിസ് വില്യംസ്, ആർതർ മില്ലർ, അമീരി ബരാക്ക ഇമ്പോർട്ടന്റ് ആണ്. അമീരി ബരാക്ക ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ പോയിട്രിയിലേക്ക് വരുമ്പോൾ വെസ്റ്റേൺ ഇൻഫ്ലുവൻസിൽ തുടങ്ങി മധുസൂദൻ ദത്ത് ആരാണ്? അരവിന്ദോ ആരാണ്? ടാഗോർ, തോരോദത്ത്, സരോജിനി നായിഡു, നിസീം ഇസക്കിയൽ, കെ ദാരുവാല. കാരണം ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി ടുഡേ എന്ന് പറയുന്നതിൽ കുറച്ചും കൂടെ ഇവിടുന്ന് പോയ ആൾക്കാരെ നമുക്ക് കാണാൻ ചിലപ്പോൾ സാധിക്കും. രാമാനുജൻ വരുന്നുണ്ട്, ജയൻ മഹാപത്ര വരുന്നുണ്ട്, കമലാദാസ്, ജീവ് പട്ടേൽ, അരുൺ കൊളാത്കാർ. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നത്. രാജാറാവു, കാന്തപുര പോലത്തെ വർക്കുകൾ, ആർ കെ നാരായൺ, കുഷ്യൻ സിംഗ്, മുൾക്ക് രാജ് ആനന്ദ്. ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ ടുഡേ ഇന്ന് ആരൊക്കെ എഴുതുന്നുണ്ട്? ഇന്നെന്ന് പറയുമ്പോൾ ഈ സിലബസ് ഇട്ട കാലം 2010-കളിലായിരിക്കും. ഇന്ന് ആൾക്കാരുടെ പേരൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. സെഹ്ഗാൾ വരുന്നുണ്ട്, ദേശായി വരുന്നുണ്ട്, റഷ്ദി വരുന്നുണ്ട്, ജുംബ ലാഹിരി, അരുന്ധതി റോയ്. അരുന്ധതി റോയുടെ ഏറ്റവും പുതിയൊരു വർക്കിന്റെ പേര് നിങ്ങൾക്ക് അറിയോ? ഒരു 6 മാസം മുമ്പ് ഇറങ്ങിയതാണ്. പിന്നെ ചതോപാധ്യായ ഉണ്ട്, മഞ്ജുള പത്മനാഭനെ പോലുള്ള ആൾക്കാർ, ഗിരീഷ് കർണാടിന്റെ ഇഷ്ടം പോലെ ഹൈവദന പോലത്തെ വർക്കുകളുണ്ട്. ആഫ്രിക്കൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്, ലിയോപോൾഡ് സെൻഗോറിന്റെ, ക്രിസ്റ്റഫർ ഒക്കീഗോ. അച്ചമ്മയെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. വോൾസോയിങ്ക വരുന്നുണ്ട്, ഇങ്ങൂങ്ങി വാ തിയോങ് വരുന്നുണ്ട്, ബെന്നൊക്രി വരുന്നുണ്ട്, എയിംസ് ജുജേർ വരുന്നുണ്ട്, ഫ്രാൻസ് ഫാനോൺ വരുന്നുണ്ട്, വി എസ് നായ്പോൾ വരുന്നുണ്ട്. അത് പിന്നെ കുറച്ചും കൂടെ ഈ കരീബിയൻ ലിറ്ററേച്ചറിലേക്ക് വരുന്നതാണ്. ബ്രാത്ത്വൈറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കനേഡിയൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്. നമ്മൾ ഓസ്ട്രേലിയൻ ആൻഡ് കനേഡിയൻ അതുപോലെ ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക്. ഇ ജെ പ്രാറ്റ് വരുന്നുണ്ട്, മാർഗരറ്റ് ലോറൻസ് വരുന്നുണ്ട്. കാരണം എല്ലാ റൈറ്റേഴ്സിന്റെ പേര് ഞാൻ വായിക്കുന്നില്ല, കുറച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു മാത്രമേ വായിക്കുന്നുള്ളൂ. പിന്നീട് വരുന്നതാണ് മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്ന പോയിന്റ്. നിങ്ങളോട് ചോദിച്ചേക്കാം. ഡയസ്പോറിക് ലിറ്ററേച്ചർ എന്താണെന്ന് ചോദിച്ചേക്കാം. റോഹിൻസൺ മിസ്ട്രിയുടെ വർക്കുകൾ ചോദിച്ചേക്കാം. ഓസ്ട്രേലിയൻ ഹിസ്റ്ററി ചോദിച്ചേക്കാം. ജൂഡിത്ത് റൈറ്റ്, അതുപോലെ പാട്രിക് വൈറ്റിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഓസ്ട്രേലിയൻ റൈറ്ററായിട്ട് കണക്കാക്കുന്ന ആളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കണക്കാക്കല്ല, അദ്ദേഹം ആണ്. ഓക്കെ. ഇനി യൂണിറ്റ് 5ലേക്ക് പോകുമ്പോൾ അതേ കിടക്കുന്ന അടുത്ത തീരുമാനം, സൗണ്ട് സിസ്റ്റം ഓഫ് ഇംഗ്ലീഷ്, വവൽസ് ആൻഡ് കൺസണൻസ് എങ്ങനെ വരും? ഇംഗ്ലീഷ് ഫോണോളജി, സിലബിൾ സ്ട്രക്ചർ, സ്ട്രെസ്, വേർഡ് ഇൻ കണക്റ്റഡ് വിത്ത് സ്പീച്ച്, ഇന്റോണേഷൻ, ഫോണോളജിക്കൽ റൂള്, അസിമിലേഷൻ, എലിഷൻ, വീക്ക് ഫോംസ്, ഇംഗ്ലീഷ് മോർഫോളജി, സെമാൻറ്റിക്സ്, ടൈപ്സ് ഓഫ് മീനിങ്, സെമാൻറ്റിക് ചേഞ്ച്. പിന്നെ ഇന്ത്യൻ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ്, ഓൾഡ് ഇംഗ്ലീഷ് ഡയലക്റ്റുകൾ ഏതാണ്, ഓൾഡ് ഇംഗ്ലീഷ് ഗ്രാമർ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, വൊക്കാബുലറി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ലിറ്ററേച്ചർ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ മിഡിൽ ഇംഗ്ലീഷ്, ഇൻഫ്ലുവൻസ് ഓഫ് നോർമൻ ഫ്രഞ്ച്, മിഡിൽ ഇംഗ്ലീഷ് ഗ്രാമർ, മിഡിൽ ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ, എങ്ങനെയാണ് ഓൾഡ് ഇംഗ്ലീഷും മിഡിൽ ഇംഗ്ലീഷും തമ്മിൽ വ്യത്യാസപ്പെട്ടിട്ടുള്ളത്.
എന്താണ് അതിൽ റിലീജിയന്റെ പ്രത്യേകത, റിലീജിയൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, പൊളിറ്റിക്സ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, വാറുകൾ അതിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു ഒക്കെ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് റിനൈസൻസിൽ ലാറ്റിൻ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് എന്തായിരുന്നു, കൊളോണിയലിസം എങ്ങനെ വന്നു, ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ഇംഗ്ലീഷ്, അതുപോലെ ഇംഗ്ലീഷ് ഇൻ പോസ്റ്റ് കൊളോണിയൽ വേൾഡ്, പോസ്റ്റ് കൊളോണിയലിസം ഇമ്പോർട്ടൻ്റ് ആണ്. ബിഹേവിയറിസം, കൊഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം, ക്രിട്ടിക്കൽ പെഡഗോഗി എല്ലാം അവിടെ വരും. തിയറി ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജ് ആസ് നോളജ്, ലാംഗ്വേജ് ആസ് സ്കിൽ, ലാംഗ്വേജ് ആസ് സെറ്റ് ഓഫ് സ്ട്രക്ചേഴ്സ്, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ടീച്ചിങ് ഇൻ ഇന്ത്യ, മെക്കാളോയ്സ് മിനിറ്റ് തൊട്ടിങ്ങോട്ടുള്ള എഡ്യൂക്കേഷൻ കമ്മീഷൻസിന്റെ പേര് ചോദിച്ചേക്കാം. ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്, ESL എന്ത്, EFL എന്ത്, ESP എന്ത്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ത്, മെത്തേഡ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്സ് എന്തൊക്കെയാണ്, ഓഡിയോ ലിംഗൽ മെത്തേഡ് എന്താണ്, ഓറൽ സിറ്റുവേഷണൽ മെത്തേഡ് എന്താണ്, സൈലന്റ് വേ എന്താണ്, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് എന്താണ്, ലേണേഴ്സ് ഫാക്ടേഴ്സ്, പഠിക്കുന്ന ആൾക്കാരുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ലേണറിന് പഠിക്കാൻ പറ്റുമോ പറ്റില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുന്നത്, ക്ലാസ് റൂം പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, പ്രസന്റേഷൻ എങ്ങനെ, ഇന്ററാക്ഷൻ എങ്ങനെ, ടീച്ചിങ് ആൻഡ് മെറ്റീരിയൽ എയ്ഡ്സ് എങ്ങനെയാണ്, ട്രഡീഷണൽ ആൻഡ് ന്യൂ മെത്തേഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന്റെ പ്രത്യേകത എന്താണ്, കോൾ എന്താണ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ലാംഗ്വേജ് ലേണിംഗ് ആണ് കോൾ എന്ന് പറയുന്നത്, ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ, ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ ഏതൊക്കെ വരും, ഇവാലുവേഷൻ എന്ത് വരും, ടൂൾസ് ഫോർ ഇവാലുവേഷൻ എന്ത് വരും, ടൈപ്സ് ഓഫ് ക്വസ്റ്റൻ എന്ത് വരും, കീവേഡുകൾ, ബൈലിംഗ്വലിസം, മൾട്ടിലിംഗ്വലിസം, ലേണിംഗ് വേഴ്സസ് അക്വിസിഷൻ എന്താണ് വ്യത്യാസം, L1 ആൻഡ് L2 തമ്മിൽ എന്ത് വ്യത്യാസം, L1 ആണോ L2 ആണോ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ. അടുത്തത്, ഇപ്പൊ എത്ര യൂണിറ്റ് ആയി ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 5 യൂണിറ്റ് കഴിഞ്ഞു. 10, 15, 20 മിനിറ്റേ നമ്മൾ എടുത്തിട്ടുള്ളൂ. എങ്കിൽ പോലും വായിക്കുന്നതിന്റെ ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും റൈറ്റേഴ്സ് സെറ്റിനുണ്ട്. ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഇതിൽ കൂടുതലാണ് നെറ്റിനുള്ളത് എന്ന് പറയുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. സോ പഠിക്കുമ്പോൾ നെറ്റിനും സെറ്റിനും കൂടെ ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരടിക്ക് പണി തീരും. മറ്റേ സെറ്റിന് കുറച്ച് പഠിക്കും, നെറ്റിന് കുറച്ച് പഠിക്കും എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ലിറ്ററേച്ചർ കംപ്ലീറ്റ് ആവില്ല. അതാണ് പ്രശ്നം. ഇതിൽ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, നെറ്റിന് മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ആവും, സെറ്റാണോ നെറ്റാണോ വലുത്. ഏതും വലുതല്ല, ചോദിക്കുന്നതിന്റെ ഡെപ്ത് അനുസരിച്ച് കുറച്ച് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഇതെല്ലാം തീർന്നു പോകും. യൂണിറ്റ് 6, ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം, പോയറ്റിക്സ്, ട്രാജഡി, കത്താറസിസ്, ലോഞ്ചൈനസ്, സബ്ലിമിറ്റി. അപ്പൊ നമുക്ക് ഗ്രീക്ക് തൊട്ട് തുടങ്ങേണ്ടി വരും. അപ്പോളജി ഫോർ പോയട്രി, ജോൺസൺ, പ്രിഫേസ് ടു ഷേക്സ്പിയർ, റൊമാൻറ്റിക് കവികളുടെ ട്രൈറ്റുകൾ എന്ത്, അവരുടെ തിയറികൾ എന്ത്, ഫാൻസി ആൻഡ് ഇമാജിനേഷൻ കൊണ്ടുവന്നതാര്, നെഗറ്റീവ് കാപ്പബിലിറ്റി കൊണ്ടുവന്നതാര്, ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസിസം ഏലിയറ്റിന്റെ വരുന്നുണ്ട്, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ചാലഞ്ച് കൊണ്ടുവരുന്നുണ്ട്, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് കൊണ്ടുവരുന്നുണ്ട്, വില്യം എംസൺ, ആംബിഗ്വിറ്റി, ക്ലിയാൻ ബ്രൂക്സ്, ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എഴുതിയതാര്, അതുപോലെ അയ്യർ റിച്ചാർഡ്സ്, ന്യൂ ക്രിറ്റിസിസം, ഫ്രൈ, ആർക്കിടൈപ്സ് എവിടെ നിന്ന് വരുന്നു, ഫ്രൈയുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ്, ഇനി ടെക്സ്റ്റ്, ഐഡന്റിറ്റി, ലാംഗ്വേജ്, റഷ്യൻ ഫോർമലിസം, അതുപോലെ ന്യൂ ക്രിറ്റിസിസത്തിലേക്കൊക്കെ പോകുന്നത്, മാർക്സിസ്റ്റ് ക്രിറ്റിസിസം, എവിടെയാണ് ക്യാപിറ്റൽ, എവിടെയാണ് ബേസ്, സൂപ്പർ സ്ട്രക്ചർ എന്താണ്, അൽത്തൂസറിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ, ഗ്രാംസിയുടെ പ്രധാനപ്പെട്ട വർക്കുകൾ, അവരുടെ പ്രധാനപ്പെട്ട ഫിലോസഫിക്കൽ ഐഡിയാസ്, നിയോ മാർക്സിസം, അതുപോലെ സെഷോർ വരുന്നുണ്ട്, സ്ട്രക്ചറലിസം, ലെവിസ്ട്രോസ്, സെമിയോട്ടിക്സ്, സൈക്കോ അനാലിസിസ്, ഫ്രൂയിഡിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ്, ഹേബർമാസ് വരുന്നുണ്ട്, മോഡേണിറ്റി, പോസ്റ്റ് മോഡേണിസം, അതുപോലെ പോസ്റ്റ് സ്ട്രക്ചറലിസം, ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്, ഡെത്ത് ഓഫ് ദ ഓതർ വരുന്നു, ഡെറീദ വരും, ഡീകൺസ്ട്രക്ഷൻ വരും, സ്ട്രക്ചർ, സൈന്, പ്ലേ, അതുപോലെ ഡിഫറൻസ് എന്താണ്, ഫെമിനിസം, ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, ജെൻഡർ സെക്ഷുവാലിറ്റി, ജൂഡിത്ത് ബട്ട്ലറെ പോലെയുള്ള ജെൻഡർ പ്ലേസിനെ കുറിച്ച് പറയുന്ന ആൾക്കാർ. ലാസ്റ്റ് നമ്മൾ തീർക്കാൻ പോവാണ് പോസ്റ്റ് കൊളോണിയലിസം. ഇതേ കിടക്കുന്നു എഡ്വേർഡ് സെയ്ദിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ്, ആഷ്ക്രോഫ്റ്റ്, എംപയർ റൈറ്റിംഗ് ബാക്ക് എന്ന് പറയുന്ന വർക്ക്, സബാൾട്ടേൺ സ്കൂൾ, ഹൈബ്രിഡിറ്റി എന്താണ്, ഹോമി കെ ബാബ എങ്ങനെയാണ് മിമിക്രീനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, കൾച്ചറൽ മെറ്റീരിയലിസം എന്താണ്, ന്യൂ ഹിസ്റ്റോറിസം എന്താണ്, പൊളിറ്റിക്കൽ ഷേക്സ്പിയർ എന്ന് പറയുന്നതിന്റെ ആ വർക്ക്, അതുപോലെ ഫൂക്കോന്റെ പവർ ആൻഡ് ഡിസ്കോഴ്സ് എങ്ങനെ വരുന്നു, ദളിത് എയ്സ്റ്റിക്സ്, അംബേദ്കറിന്റെ വർക്കുകൾ, ലിംബാലയുടെ വർക്കുകൾ, തിയറീസ് ഓഫ് ട്രാൻസ്ലേഷൻ, കൾച്ചറൽ സ്റ്റഡീസ്, കൾച്ചർ, ഐഡിയോളജി, ഹെജിമണി, ഫ്രാങ്ക്ഫർട്ട് സ്കൂള്, ബെർമിംഗ്ഹാം സ്കൂൾ, കൾച്ചർ ഈസ് ഓർഡിനറി എന്ന് പറയുന്നത്, റൈമൺ വില്യംസിന്റെ വർക്കുകൾ, ഗ്രീൻ സ്റ്റഡീസ്, ഷെറൈൽ ഗ്ലോഫെൽറ്റ്,
എനിക്ക് അത്രയും ഫെമിലിയർ അല്ല ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. വന്ദന ശിവ ഫെമിലിയർ ആണ്. റേച്ചൽ കാസിന്റെ വർക്കാണ് ആദ്യമായിട്ട് ആൾക്കാരെ ഭൂമിയെ പറ്റി പഠിക്കാൻ ചിന്തിപ്പിച്ചത്. ഓക്കെ, റേച്ചൽ കാസ്. ഇന്ത്യൻ എസ്തെറ്റിക്സ്, ഭാവ, വക്രോതി, രസാധ്വനി, അനുമാന രീതി, സ്ഫോട, ഔചിത്യ. ഇത്രയും ഏരിയാസ് കഴിയുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് സെറ്റിന്റെ സിലബസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സിലബസ് ആണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട്. പേടിപ്പിക്കാൻ പറയല്ല, ഇനിയും 30 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. 30 ദിവസം മതി പാസ്സാവാനുള്ള മാർക്ക് നേടാൻ. ഇതിലെ പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം ഓടിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. മാക്സിമം വായിക്കാൻ ശ്രമിക്കുക, കാരണം അതാണ് നിങ്ങളെ കുറച്ചും കൂടെ സഹായിക്കുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ മറ്റേ ആ സിനിമയിൽ കാണിക്കുന്ന പോലെ കണ്ണടച്ച് ഒരു ഫോട്ടോ എടുക്കില്ലേ, അതുപോലെ അത് നിങ്ങളെ സഹായിക്കും. സോ പഠിക്കാനുള്ള ഡേയ്സ് മുമ്പിലുണ്ട്. ഇത് കണ്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. എന്താ പറയുക, നിങ്ങൾക്ക് ഒരു പുതിയൊരു വഴി തുറന്നു കിട്ടിയെന്ന് മാത്രം വിചാരിച്ചാൽ മതി. 30 ദിവസം എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ള ഒരു വഴിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഏതെങ്കിലും ഏരിയാസ് ഇപ്പം നിങ്ങൾ കണ്ട ഈ ഏരിയയിൽ നിന്ന് ഏതെങ്കിലും ഏരിയാസ് ഉണ്ട്, MCQ PYQ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. ഞാനത് പ്രിപ്പയർ ചെയ്യും. നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞാൻ അടുത്ത ദിവസം തന്നെ പ്രിപ്പയർ ചെയ്തിടാറുണ്ട്. സോ യു ക്യാൻ ആസ്ക്. അതിലൊരു പ്രശ്നമില്ല. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പഠിക്കുന്ന ഒരു കൂട്ടുകാരന് ഇത് അയച്ചു കൊടുത്താൽ നന്നായിരിക്കും. അയാളും കൂടെ പഠിച്ചോട്ടെ. സോ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.